ഗഡിയോളെ എല്ലാവർക്കും ഒരു കിടിലൻ നമസ്കാരം. നമ്മളിന്ന് ബാലിയിലെ 3-ാം ദിവസത്തെ കാഴ്ചകളിലേക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. ആദ്യം പറയട്ടെ, വീഡിയോയ്ക്ക് തരുന്ന സപ്പോർട്ടിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തെഗനംഗൻ വാട്ടർഫോൾ, ഉബുദ് പാലസ്, അതുപോലെ തനാലോ ടെമ്പിൾ. അങ്ങനെ ഞങ്ങൾ എറിക്സിൻ്റെ വണ്ടിയിൽ യാത്ര തുടർന്നു. കേരളം എന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിലുള്ള മനോഹരമായ ഒരു ഗ്രാമാന്തരീക്ഷത്തിലൂടെയാണ് നമ്മുടെ യാത്ര. ഈ പറഞ്ഞ നേരം കൊണ്ട് നമ്മൾ തെഗനംഗൻ വാട്ടർഫോളിൻ്റെ കവാടത്തിലെത്തുന്നു. കവാടം കടന്ന് വണ്ടി നമ്മൾ പാർക്ക് ചെയ്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ വാട്ടർഫോളിൻ്റെ സ്കെച്ച് കാണാം. അങ്ങനെ ആ സ്കെച്ചൊക്കെ നോക്കി മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് നീങ്ങുന്നു. ടിക്കറ്റ് ഉണ്ട്, അതുപോലെ കൈമ പഞ്ച് ചെയ്യണം. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 4 പേരും യാത്ര തുടർന്നു. അങ്ങനെ പോകുന്ന വഴിയരികിലൊക്കെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഈ പറയുന്ന സോവിനിയേഴ്സ്, ബാഗ്, തൊപ്പി, ഡ്രസ്സ്, അങ്ങനെ എല്ലാ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാവുന്ന എല്ലാ സാധനങ്ങളും വെച്ചിട്ടുള്ള കടകളുണ്ട്. ആ കടകളുടെ സാധനങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് 1-2 സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. കുത്തനെയുള്ളൊരു ഇറക്കമാണ്, പക്ഷേ നടക്കാനൊക്കെ വളരെ സൗകര്യപ്രദമായ രീതിയിലാണ് അവരത് കെട്ടി വെച്ചിട്ടുള്ളത്, സ്റ്റെപ്സൊക്കെ. അതുപോലെ ഫോട്ടോസ് എടുക്കാനുള്ള ഒരുപാട് സ്പോട്ടുകളുണ്ട്. നമുക്ക് അങ്ങ് ദൂരെ കാണാം ഈ വാട്ടർഫോൾ. എങ്കിലും അവിടേക്ക് നടന്നെത്താൻ വഴി കുറച്ചുണ്ട്. അങ്ങനെ ഞങ്ങൾ 4 പേരും ഈ വാട്ടർഫോളിൻ്റെ അകലെ നിന്നുള്ള കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ നടക്കുകയാണ്. ഒരുപാട് ഹോട്ടൽസൊക്കെ അവിടെ കെട്ടിപ്പൊക്കി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലഞ്ച് കഴിക്കുമ്പോൾ, അവിടെ ഇരുന്ന് ലഞ്ച് കഴിക്കുന്ന ആളുകൾക്ക് ആ വാട്ടർഫോളിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ലഞ്ച് കഴിക്കാം. അതാണ് അതിൻ്റെ അട്രാക്ഷൻ. അങ്ങനെ ഞങ്ങൾ 4 പേരും നടന്ന് ചെല്ലുമ്പോൾ ഓൾമോസ്റ്റ് വാട്ടർഫോളിന് ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് സ്ഥലത്ത്, ഇപ്പോൾ ബാലിയിലെ എവിടെ നമ്മൾ യാത്ര ചെയ്യായാലും ഇതുപോലത്തെ അട്രാക്റ്റീവായിട്ടുള്ള സ്പോട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പതുക്കെ ഞങ്ങൾ ആ പച്ചപ്പൊക്കെ ആസ്വദിച്ച് ഈ പറയുന്ന തെഗനംഗൻ വാട്ടർഫോളിൻ്റെ അരികിലേക്ക് എത്തി. അതിനു മുന്നേ ചെറിയ 1-2 വാട്ടർഫോൾസൊക്കെ പോകുന്ന വഴിയിലും കാണാം. അങ്ങനെ ഞങ്ങൾ അവിടെ വാട്ടർഫോളിന് വളരെ അടുത്ത് ചെന്ന് നിന്ന് ആ വാട്ടർഫോളിൻ്റെ യഥാർത്ഥ ഭംഗി ആസ്വദിച്ചു. ആ സമയത്ത് ഒരു ചെറിയ കാറ്റുണ്ട്. പിന്നെ അതുപോലെ ഈ വാട്ടർഫോളിൽ നിന്ന് വരുന്ന വെള്ളത്തുള്ളികൾ മേത്ത് വീഴുമ്പോഴുള്ള ആ ഒരു രസം, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതവിടെ അനുഭവിച്ചവർക്കേ അറിയുള്ളൂ. വളരെ രസകരമായൊരു നിമിഷങ്ങളായിരുന്നു. അങ്ങനെ ആ വാട്ടർഫോളിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. അടുത്തത് നമ്മൾ പോകുന്നത് ഉബുദ് പാലസ്, അതായത് ഇവിടുത്തെ റോയൽ ഫാമിലി ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്ന കൊട്ടാരത്തിലാണ്. ഈ കാണുന്നതാണ് കൊട്ടാരത്തിൻ്റെ കവാടം. അങ്ങനെ നമ്മൾ കവാടം കടന്ന് ചെല്ലുമ്പോൾ നമ്മളെ എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന രീതിയിലുള്ളൊരു ഗോപുരം, ഒരു പടുകൂറ്റൻ ഗോപുരം. ഈ ഗോപുരത്തിൻ്റെ മുന്നിൽ നിന്ന് സെൽഫി എടുക്കലും ഫോട്ടോ എടുക്കാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കാണ്. ഇന്നിട്ട് സത്യത്തിൽ ടൂറിസ്റ്റ് കുറവാണ്. പക്ഷേ നോർമൽ ദിവസങ്ങളിൽ അത്യാവശ്യം ടൂറിസ്റ്റുകൾ വരുന്ന സമയമാണ്. അങ്ങനെ ഞങ്ങൾ പതുക്കെ ആ കൊട്ടാരത്തിൻ്റെ നമുക്ക് അലൗ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കയറി ചെന്നു. അതായത് രാജാവും രാജ്ഞിയും വന്നിരുന്ന് പ്രജകളെ കാണുന്ന സ്ഥലം, അതുപോലെ മ്യൂസിക് കണ്ടക്ട് ചെയ്യുന്ന സ്ഥലം, ഡാൻസ് പെർഫോമൻസിൻ്റെ ഉള്ളൊരു സ്ഥലം. അങ്ങനെ ആ വേദികളൊക്കെ കണ്ട് കൊട്ടാരത്തിൻ്റേതായ നമുക്ക് എലൗഡായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പോയി കണ്ട് അതൊക്കെ ആസ്വദിച്ച് ഫോട്ടോ എടുക്കാനുള്ളതൊക്കെ ഫോട്ടോ എടുത്ത്, സെൽഫി എടുക്കാൻ പറ്റുന്നതൊക്കെ സെൽഫി എടുത്ത്, അങ്ങനെ ഒരുപാട് ഈ കൊട്ടാരത്തിൻ്റെ ഭംഗി ആസ്വദിച്ചു. വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് കൊട്ടാരത്തിൻ്റെ ഉള്ളിലായാലും. പച്ചപ്പും, ആവശ്യത്തിന് പച്ചപ്പും, അടിപൊളി ആർക്കിടെക്ചറും, ഇത് തന്നെ ധാരാളമാണ് നമുക്ക് നമ്മുടെ കണ്ണിനെ കോൾമേർ കുളിക്കുന്നത്.
അങ്ങനെ ഞങ്ങൾ ആ കൊട്ടാരത്തിൻ്റെ വർണ്ണ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിച്ചു. ഇനി നമ്മൾ പോകുന്നത് ലഞ്ച് കഴിക്കാനാണ്. അപ്പോൾ അതിനു മുൻപ് പോകുന്ന വഴി എന്ന് പറയുന്നത് 2 സൈഡും നെൽപ്പാടങ്ങളാണ്. സത്യത്തിൽ ഇവിടെ പുഴയ്ക്കപ്പാടത്തിൽ കൂടി അല്ലെങ്കിൽ ചൂണ്ടൽ പാടത്തിൽ കൂടിയൊക്കെ പോണ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. ഇനി നിങ്ങൾ നോക്കിയിട്ട് പറയും, കമൻറ്റ് ചെയ്യേ. വളരെ നല്ല അന്തസ്സ് പാടങ്ങൾ, നെൽപ്പാടമുണ്ട്, ചോളമുണ്ട്, അങ്ങനെ ഒരുപാട് പാടങ്ങൾ. അതൊക്കെ കഴിഞ്ഞ് കയറി ചെല്ലുമ്പോൾ ഒരു കാട്ടിലൂടെയുള്ള യാത്ര. നല്ല റോഡാണ്, പക്ഷേ 2 സൈഡിലും ഫുള്ള് കാട്. അതൊക്കെ കണ്ട് ചെല്ലുമ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്യുന്നത് ഒരു അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു ഹോട്ടലാണ്. ഹോട്ടലിലെ മെനു തുറന്നു നോക്കി കഴിഞ്ഞാൽ 125K എന്നൊക്കെ കാണും. പേടിക്കണ്ട, അത് കൺവേർട്ട് ചെയ്യുമ്പോൾ വളരെ നിസ്സാര പൈസയേ വരുള്ളൂ. അത് 125K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,25,000 ഇന്തോനേഷ്യൻ റുപ്പിയാണ്. പക്ഷേ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഡക്ക് റോസ്റ്റ്, ചിക്കൻ, ബർഗർ, പോർക്ക് റിബ്, ഇതൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ സുഭിക്ഷമായിട്ട് കഴിച്ചു ഈ പറയുന്ന സാധനങ്ങളൊക്കെ. അവിടെയും ഈ പറഞ്ഞ പോലെ കുറേ ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടുകൾ അവർ മനോഹരമായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ടൊക്കെ ഞങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ ക്യാമറയിലാക്കി അവിടെ നിന്ന് നമ്മൾ വീണ്ടും യാത്ര തിരിച്ചു. അടുത്തത് നമ്മൾ പോകുന്നത് തനാലോട്ട് ടെമ്പിളിലേക്കാണ്. ഇവിടുന്ന് ഉബുദ് പാലസിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് തനാലോട്ട് ടെമ്പിളിലേക്ക്. എങ്കിലും വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ നേരം കൊണ്ട് തനാലോട്ട് ടെമ്പിളിൻ്റെ മുൻവശത്തെത്തി. പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഗോപുരം തന്നെ ഗംഭീരമായിരുന്നു, ഒരു രക്ഷയില്ല. അത് കഴിഞ്ഞ് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മെ കാത്തിരിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് വളരെ മനോഹരമായൊരു കടൽ തീരമാണ്. എനിക്കത് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല, ഒരു രക്ഷയില്ല. കിടിലൻ ഒരു കടൽ തീരം തന്നെയായിരുന്നു. പിന്നെ ആ കടലിലേക്ക് നീങ്ങി നിൽക്കുന്നതാണ് ഈ തനാലോട്ട് ടെമ്പിൾ. ഒരു മുനമ്പ് പോലെയാണ്, ക്ലിഫാണ്. വളരെ മനോഹരമായൊരു കടൽ തീരം. കടലിൽ നിന്ന് ഓരോ തിരമാലകളും ഇങ്ങനെ വന്ന് കരയിലേക്ക് ആഞ്ഞടിക്കുന്ന ആ ഒരു ഇരമ്പലിൻ്റെ ഒരു സ്വരം, ആ കടലിൻ്റെ ഭംഗി, അത് ഈ പച്ചപ്പും കൂടിയാവുമ്പോൾ അത് വേറിട്ടൊരു കാഴ്ച തന്നെയാണ്. അങ്ങനെ ഞാനും വൈഫും മക്കളും ഈ കടലിൻ്റെ കാഴ്ചകളും ഈ കടലിൻ്റെ ഭംഗിയും ആ അമ്പലത്തിൻ്റെ ഭംഗിയും ആ കടൽക്കരയുടെ ഇതായിട്ടുള്ള എല്ലാ ഭംഗിയും ആസ്വദിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ പറയുന്ന കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ചും കൂടി മുൻപോട്ട് ചെന്നപ്പോൾ വളരെ മനോഹരമായൊരു കടൽ തീരം. അത് നിങ്ങൾ ഇനിയിപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് രസമായിട്ടാണ് ആ കടൽ തീരം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറഞ്ഞ് നീറ്റ് ആൻഡ് ക്ലീൻ. വളരെ ശാന്തമായ കടലും ഇതുപോലത്തെ ഒരു കടൽ തീരവും മാത്രം മതി, വേറെ ഒന്നും വേണ്ട. എന്ത് രസമാണെന്ന് നോക്കി. വെറുതെ അല്ല ഇവിടെ ടൂറിസ്റ്റുകൾ അട്രാക്റ്റായി ആവുന്നത്. ഇത്തരത്തിലുള്ള മനോഹരമായ കടൽ തീരങ്ങളും ഉണ്ടെങ്കിൽ തന്നെ അവിടേക്ക് ടൂറിസ്റ്റുകൾ എത്തിച്ചേരും. നമ്മുടെ നാട്ടിലും ഇഷ്ടംപോലെ കടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റേതായ രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും കൂടി പഠിക്കണം. അങ്ങനെ അതൊക്കെ കണ്ടു നിൽക്കുമ്പോഴേക്കും സൂര്യാസ്തമയത്തിനുള്ള സമയമായി. അപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നതും നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് കാണാമെന്നാണ് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ കടലിൻ്റെ ഭംഗി, ആ വളരെ ശാന്തമായ രീതിയിൽ ഒഴുകുന്ന തിരമാലകളെ നോക്കി ഞാനും കുടുംബവും ഒരുപാട് നേരം ആ കടലിൻ്റെ ഭംഗി ആസ്വദിച്ച് നിന്നു. ആ വരുന്ന തിരകളെ ഒന്ന് നോക്കി നമ്മോട് എന്തോ സംസാരിക്കാനുള്ള പോലെയുള്ള വരവല്ലേ. അങ്ങനെ നോക്കി നിന്നാൽ നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല. അത്രയും ഭംഗിയിലുള്ള കടൽ തീരത്തിൻ്റെ അല്ലെങ്കിൽ സൂര്യാസ്തമയത്തിൻ്റെ കാഴ്ചകളും കണ്ട് ഞങ്ങളുടെ 3-ാം ദിവസത്തെ ബാലി യാത്രയ്ക്ക് വിരാമമിട്ടു. നിങ്ങൾ തരുന്ന ഈ പ്രോത്സാഹനത്തിനും സപ്പോർട്ടിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സേവ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.